പ്രീഗോ വോയേജസ് കൊച്ചി സംഘടിപ്പിക്കുന്ന 4 ദിവസവും 3 രാത്രിയും നീണ്ടുനിൽക്കുന്ന മുംബൈ ദർശൻ, അതോടൊപ്പം മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള കോർഡേലിയ ക്രൂയിസിൽ 2 രാവും 2 പകലും നീണ്ടുനിൽക്കുന്ന വോയേജിനും വേണ്ടിയാണ് ഇപ്പോൾ യാത്ര പുറപ്പെടാനായി ഈ യാത്രാസംഘത്തിലെ 23 അംഗങ്ങൾക്കൊപ്പം ഈ യാത്രാസംഘത്തെ നയിക്കുന്ന ടൂർ കോർഡിനേറ്ററായ അമൽ സണ്ണിയും കൊച്ചിൻ എയർപോർട്ടിലെ ടെർമിനൽ 1-ൽ എത്തിച്ചേർന്നിരിക്കുന്നത്. യാത്രാസംഘത്തിലെ എല്ലാവരും എത്തിച്ചേർന്നതിന് ശേഷം ഈ യാത്രാസംഘത്തിൻ്റെ ടൂർ കോർഡിനേറ്ററായ അമൽ സണ്ണി ഓരോരുത്തരെയും പരിചയപ്പെടുകയും അവർക്ക് യാത്ര ചെയ്യാനുള്ള എയർ ഇന്ത്യയുടെ ടിക്കറ്റിൻ്റെ കോപ്പി നൽകുകയും അതുപോലെ തന്നെ മറ്റ് നിർദ്ദേശങ്ങളും നൽകുകയും യാത്രാസംഘത്തിലെ എല്ലാവരും അത് ശ്രദ്ധിച്ച് കേൾക്കുകയും അങ്ങനെ യാത്ര പുറപ്പെട്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയുമാണ്. അവിടെ നമ്മൾക്കായി മുംബൈയിലെ ലോക്കൽ കോർഡിനേറ്ററായ മരീന ഫെർണാണ്ടീസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്നതിന് ശേഷം ലോക്കൽ ഗൈഡ് മരീന ഫെർണാണ്ടീസിനോടൊപ്പം ബസ്സിലേക്ക് കയറുകയും അവിടെ നിന്നും റൂമിലെത്തി ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ആദ്യത്തെ കാഴ്ചയായ അടൽ സേതു കാണാനായി ബസ്സിൽ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയുമാണ്. അങ്ങനെ ബസ്സിലിരുന്ന് മുംബൈയിലെ മഹാത്ഭുതമായ അടൽ സേതു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നഗരമായ മുംബൈയെ അതിൻ്റെ ഉപഗ്രഹ നഗരമായ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന 21.8 കിലോമീറ്റർ നീളമുള്ള ഒരു പാലമാണ് ഗ്രേറ്റ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന ഈ പാലം. ഈ പാലത്തിൻ്റെ ഔദ്യോഗിക നാമം ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ്. ഇതുകൂടാതെ ശിവ്രി നൗഷേവ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന പേരിലും അടൽ സേതു എന്ന ചുരുക്കപ്പേരിലും ഈ പാത അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലവും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 12ാമത്തെ കടൽപ്പാലവുമാണ് ഈ അടൽ സേതു. പാലത്തിൻ്റെ നിർമ്മാണം 2018 ഏപ്രിൽ ആരംഭിച്ച് 2024 ജനുവരി 12-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണം മുംബൈയിലെ ശിവരിയിൽ നിന്നും ആരംഭിച്ച് ഗാരാപുരി ദ്വീപിൻ്റെ വടക്ക് താനെ ക്രീക്ക് കടന്ന് പാലം നവശെവായിക്കടുത്തുള്ള ചിർലെ ഗ്രാമത്തിൽ അവസാനിക്കും. കിഴക്ക് മുംബൈ പുനെ എക്സ്പ്രസ് ഹൈവേയുമായും പടിഞ്ഞാറ് നിർദ്ദിഷ്ട വെസ്റ്റേൺ ഫ്രീവേയുമായും ഈ റോഡ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. 27 മീറ്റർ വീതിയിൽ 6 വരി പാതയുള്ള ഒരു ഹൈവേ കൂടിയാണ് ഇത്. 2 അടിയന്തര എക്സിറ്റ് പാതകൾ, എഡ്ജ് സ്ട്രിപ്പ്, ക്രാഷ് ബാരിയർ എന്നിവയും ഇതിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. പദ്ധതിക്ക് ഏതാണ്ട് 14,262 കോടി എന്നുവെച്ചാൽ ഏതാണ്ട് $2 ബില്യൺ ചെലവ് പ്രതീക്ഷിച്ചത്. 4.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ 2018 ഏപ്രിലിൽ നിർമ്മാണം ആരംഭിച്ച് ദിവസവും ഏതാണ്ട് 70,000 വാഹനങ്ങളുടെ ഗതാഗതം ഒരുക്കാൻ ഈ പാതയ്ക്ക് കഴിയുമെന്ന് MRDA കണക്കാക്കുന്ന ഈ പാലം ഇപ്പോൾ സേവനത്തിനായി തുറന്നു തന്നിരിക്കുകയാണ്. ഇങ്ങനെ ഈ പാലത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം അറിയാതെ തന്നെ 21.8 കിലോമീറ്റർ ദൂരം താണ്ടി പാതത്തിൻ്റെ അവസാനത്തുള്ള ടോൾ ഗേറ്റിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ പല വാഹനങ്ങൾക്കും പല നിരക്കിലുള്ള ടോളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെറുവാഹനങ്ങൾക്ക് 175 രൂപയും ലഘു വാണിജ്യ വാഹനങ്ങൾക്ക് 205 രൂപയും ബസ്, ട്രക്കുകൾ എന്നിവയ്ക്ക് 525 രൂപയും മൾട്ടി ആക്സൽ വാഹനങ്ങൾക്ക് 100 രൂപ ഇവിടുത്തെ ടോൾ നിരക്ക്.
ഇങ്ങനെ ഈ ടോൾ നിരക്ക് കണ്ടുകൊണ്ട് നാം ഇവിടെ നിന്നും മുന്നോട്ട് നീങ്ങി ഇപ്പോൾ ഈ പാതയുടെ മറുപുറത്തേക്ക് കടക്കാനുള്ള ഒരു യു ടേണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം നമുക്കിനി തിരിച്ച് പോകേണ്ടതുണ്ട്. ഈ വന്നത്ര ദൂരം തിരിച്ച് ഒരിക്കൽ കൂടി കാണാനുള്ള ഒരു അസുലഭ അവസരം കൂടിയാണ് ഈ യു ടേൺ എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുക. കാരണം വന്നപ്പോൾ അത്ഭുതത്തോടുകൂടി വീക്ഷിച്ചു കൊണ്ടിരുന്ന ഈ മഹാ അത്ഭുതമായ കടലിന് മീതെയുള്ള പാലത്തിലൂടെ ഒന്നുകൂടി തിരികെ പോകാനുള്ള അവസരം. അങ്ങനെ യു ടേൺ എടുത്ത് ബസ് ഒരു സൈഡിൽ ഒതുക്കിയിട്ട് ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോകൾ എടുക്കാനായി നമ്മുടെ ലോക്കൽ ടൂർ ഗൈഡ് മരീന ഫെർണാണ്ടീസ് യാത്രാ സംഘത്തിലെ എല്ലാ ആൾക്കാർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവരെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാം പോകുമ്പോൾ ഈ അടൽ സേതുവിൻ്റെ നീളവും വീതിയും ഇതിന് ചെലവായ തുകയും മറ്റും നമുക്ക് കാണിച്ചു തരുന്ന 2-3 ഭാഷകളിൽ എഴുതപ്പെട്ട ബോർഡാണ് നമുക്ക് കാണാൻ കഴിയുക. നട്ടുച്ച നേരമായതുകൊണ്ടും നല്ല വെയിലായതുകൊണ്ടും യാത്രാ സംഘത്തിലെ എല്ലാവരും തന്നെ പെട്ടെന്ന് ബസ്സിൽ നിന്നിറങ്ങി തങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോയ്ക്കും അതുപോലെ തന്നെ വ്യക്തിപരമായ ഫോട്ടോകളും വേണ്ടത്ര എടുത്ത് ഈ മഹാവിസ്മയം തങ്ങളുടെ ക്യാമറയിൽ ഫോട്ടോയായും വീഡിയോയായും ധാരാളം ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് ക്യാമറയ്ക്കുള്ളിലാക്കി അതിവേഗം തിരിച്ച് നടന്ന് ബസ്സിൽ കയറി ഈ ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള തിരക്കിലാണ്. അങ്ങനെ യാത്രാ സംഘത്തിലെ എല്ലാവരും ബസ്സിനകത്തേക്ക് കയറിയതിന് ശേഷം ബസ് തൻ്റെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നാം തിരിച്ച് ഈ അടൽ സേതുവിലൂടെ നാം പുറപ്പെട്ട സ്ഥലത്ത് എത്തുകയും അവിടെ നിന്നും മറ്റൊരു മഹാത്ഭുതമായ ഇന്ത്യ ഗേറ്റ് എന്ന വിസ്മയ നിർമ്മിതി കാണാനായി ഇപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്ത് എത്തിയിരിക്കുകയുമാണ്. ഇവിടെ നിന്നാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മാത്രമല്ല, അതോടൊപ്പം നമുക്ക് ടെററിസ്റ്റ് അറ്റാക്കിന് വിധേയമായ ഹോട്ടൽ താജും കാണാനാവുന്നതാണ്. മനോഹരമായ ഈ കാഴ്ചകളെ എല്ലാം മനസ്സിലും ക്യാമറയിലും ഫോട്ടോയായും വീഡിയോയായും സൂക്ഷിക്കുകയും എടുക്കുകയും ചെയ്യുന്ന ധാരാളം യാത്രികരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. നട്ടുച്ച നേരമാണെങ്കിലും ധാരാളം യാത്രികർ ഇവിടെ വരികയും ആവുന്നത്ര ഇവിടുത്തെ കാഴ്ചകളും അത്ഭുത നിർമ്മിതികളും ഒക്കെ കാണുകയും അതുപോലെ തന്നെ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് ചുറ്റും നടന്ന് ഇവിടുത്തെ മഹാനിർമ്മിതിയും ഇത് നിർമ്മിച്ച കാലഘട്ടത്തിൻ്റെ മഹാത്മ്യവും അതിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ധാരാളം കാഴ്ചകളും ഒക്കെ കാണുകയും ക്യാമറയിൽ പകർത്തുകയും ഒക്കെ ചെയ്യുകയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തു നിന്നും നമുക്ക് താജിൻ്റെ മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കുന്നതാണ്. എത്ര കണ്ടാലും മതിവരാത്ത മനോഹരമായ കാഴ്ചകൾ. അവിടെ നിന്നും ധാരാളം ഫോട്ടോകളും വീഡിയോകളും എടുത്തതിന് ശേഷം നാം ഇപ്പോൾ മറ്റൊരു അത്ഭുത നിർമ്മിതി കാണാനായിട്ടാണ് ബസ്സിൽ കയറി നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ബോംബെയിലെ മറ്റൊരു അത്ഭുത നിർമ്മിതിയായ കോസ്റ്റൽ റോഡാണ്. ഈ കോസ്റ്റൽ റോഡ് മുംബൈയിലെ കടൽ തീരത്തുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു അത്ഭുത നിർമ്മിതി കൂടിയാണ്. ഈ കോസ്റ്റൽ റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഈ കോസ്റ്റൽ റോഡ് കടന്ന് പോകുന്നത് ഏതാണ്ട് 2.5 കിലോമീറ്റർ സമുദ്രത്തിനടിയിലൂടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു തുരങ്കത്തിലൂടെയാണ്. കടലിൻ്റെ മനോഹരിത അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് യാതൊരു വിധത്തിലും കടലിൻ്റെ ഭംഗിയെ ഒട്ടും നഷ്ടപ്പെടുത്താതെ കടലിൻ്റെ അടിയിലൂടെ നിർമ്മിച്ചിരിക്കുന്ന ഒരു അത്ഭുത നിർമ്മിതിയാണ് ഈ തുരങ്കപാത. അങ്ങനെ ഈ തുരങ്കപാതയെപ്പറ്റി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബസ്
ഈ തുരങ്കപാതയിലൂടെ അതിവേഗം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എല്ലാ കാലാവസ്ഥയെയും പ്രതിരോധിക്കുന്ന വിധത്തിൽ ഏറ്റവും സുരക്ഷിതമായി അനേകം വാഹനങ്ങൾക്ക് ഒരുമിച്ച് കടന്നു പോകാവുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മഹാനിർമ്മിതി കൂടിയാണ് ഈ തുരങ്കപാത. അങ്ങനെ ഈ ഒരു തുരങ്കപാതയിൽ വേണ്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കുകയും അതുപോലെ തന്നെ വേണ്ടത്ര വെളിച്ചവും അതുപോലെ തന്നെ വായു സഞ്ചാരവും ഒക്കെ ഇവിടെ ഒരുക്കുകയും ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അപകടമുണ്ടായാൽ പുറത്തേക്ക് പോകാനുള്ള എക്സിറ്റ് വേകളും ധാരാളമായി നൽകിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു അത്ഭുത നിർമ്മിതി കൂടിയാണ് ഈ കടലിനടിയിലൂടെ ഉള്ള നിർമ്മിതി. ഇങ്ങനെ ഈ കടലിനടിയിലൂടെയുള്ള അത്ഭുത നിർമ്മിതി കണ്ടുകൊണ്ട് ബസ്സിലിരുന്നു കൊണ്ട് നാം നമ്മുടെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള പല ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളും ഒക്കെയാണ് നമ്മെ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നാം ഈ അത്ഭുത നിർമ്മിതിയുടെ മഹാവിസ്മയം കണ്ടുകൊണ്ടും അതിലൊരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളും മറ്റും ആസ്വദിച്ചുകൊണ്ടും ഈ മഹാനിർമ്മിതിക്ക് നമ്മുടെ നേതാക്കളെ മോട്ടിവേറ്റ് ചെയ്ത കാര്യങ്ങളും ഒക്കെ നാം ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വാഹനത്തേക്കാൾ ഉപരി സ്പീഡിൽ മറ്റു വാഹനങ്ങൾ നമ്മുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം വാഹനങ്ങൾ കണ്ടുകൊണ്ടും അവർ അനുഭവിക്കുന്ന സന്തോഷവും അതുപോലെ തന്നെ യാത്രാ സുഖവും ഒക്കെ നമ്മുടെ ബസ്സിലിരുന്ന് കണ്ടുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബസ്സും അതിവേഗം എക്സിറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 2.5 കിലോമീറ്റർ സമുദ്രത്തിനടിയിലെ തുരങ്കപാതയിലൂടെ നാം അതിവേഗം സഞ്ചരിച്ച് ഈ തുരങ്കപാതയുടെ എക്സിറ്റിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്കൊപ്പം ധാരാളം ചെറുതും വലുതുമായ വാഹനങ്ങളും അതിലെ യാത്രക്കാരുമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ തുരങ്കപാതയുടെ എക്സിറ്റിലേക്ക് എത്താറായി എന്ന് നമുക്ക് തോന്നിപ്പിക്കുമാറ് ധാരാളം സൂര്യപ്രകാശം ഈ ടണലിനുള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകുന്നു. നാം ടണൽ കഴിയാറായി എന്നും ഇപ്പോൾ ടണലിന് പുറത്തേക്ക് നാം കടക്കുകയാണ് എന്നും. എന്നാൽ ഈ ടണലിന് പുറത്തായി ഏതാണ്ട് 1/2 കിലോമീറ്റർ നീളത്തിലാണ് റൂഫ് ഒരുക്കിയിരിക്കുന്നതും അങ്ങനെ ഈ ടണൽ കഴിഞ്ഞ് ഏതാണ്ട് 1/2 കിലോമീറ്റർ മനോഹരമായി നിർമ്മിച്ച റൂഫിനടിയിലൂടെ നാം മുന്നോട്ട് നീങ്ങിയാണ് ഈ ടണലിൻ്റെ എക്സിറ്റിലെത്തുകയും അവിടെ നിന്നും മറ്റ് കണക്റ്റിംഗ് റോഡിലേക്ക് നാം നമ്മുടെ ബസ് മുന്നോട്ട് ചലിക്കുകയും ചെയ്യുക. ഇങ്ങനെ നാം ഈ റോഡിലൂടെ പുറത്തേക്ക് കടന്ന് ഇവിടെ നിന്നും മുന്നോട്ട് സഞ്ചരിച്ച് നാം എത്തിച്ചേരുന്നത് മുംബൈയിലെ തന്നെ ഏറ്റവും മനോഹരമായ മറ്റ് കാഴ്ചകളിലേക്കാണ്. കാരണം ഇവിടെ നിന്നും നമുക്ക് അതിസമ്പന്നരുടെ അനേകം ബംഗ്ലാവുകളും വസതികളും അപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ മനോഹരമായ റോഡുകളും ഓവർ ബ്രിഡ്ജുകളും അതുപോലെ തന്നെ അടുത്ത കാലങ്ങളിലായി നിർമ്മിച്ചിരിക്കുന്ന മഹാനിർമ്മിതികളും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വലതുവശത്തായി കറുത്ത നിറത്തിൽ തലയെടുപ്പോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുക മുകേഷ് അംബാനിയുടെ ആൻറ്റില എന്ന വിസ്മയകരമായ വീടാണ്. ഇങ്ങനെ ഈ വീടും ഇവിടെയുള്ള മറ്റ് വിസ്മയങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ മുംബൈയുടെ ഏറ്റവും പണക്കാർ താമസിക്കുന്ന സമ്പന്നർ താമസിക്കുന്ന റോഡുകളിലേക്കാണ് നാം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടത്തെ ഏറ്റവും സമ്പന്നർ താമസിക്കുന്ന ഇല്ലെങ്കിൽ സമ്പന്നരുടെ വസതികൾ ഇല്ലെങ്കിൽ ബംഗ്ലാവുകൾ നിൽക്കുന്ന റോഡിലൂടെയാണ് ഇപ്പോൾ നാം മുന്നോട്ട് സഞ്ചരിച്ച്
പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നാം മുന്നോട്ട് സഞ്ചരിച്ച് പോകുമ്പോൾ മുംബൈയുടെ മറ്റൊരു ആകർഷണവും പുണ്യസ്ഥലവുമായ ഹാജി അലി ദർഗയാണ് നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിച്ചേരുക. കടലിന് നടുവിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഹാജി അലി ദർഗ കാണാൻ ധാരാളം ഭക്തരാണ് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരുക സിനിമാ നടി രേഖയുടെ ബസര എന്ന ബംഗ്ലാവാണ്. ഈ ബംഗ്ലാവിലാണ് സിനിമാ നടി രേഖ താമസിക്കുന്നതും. അങ്ങനെ ആ ബംഗ്ലാവും കണ്ട് അവിടെ നിന്ന് നാം കുറെ കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ മറ്റ് പല പ്രമുഖരുടെയും വീടുകൾ നമ്മുടെ കൺമുമ്പിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ ഇപ്പോൾ നാം കടന്നു പോകുന്നത് സിനിമാ നടൻ ഷാരൂഖ് ഖാൻ്റെ മന്നത്ത് എന്ന വീടിന് മുമ്പിലൂടെയാണ്. ഏതാണ്ട് 13 കോടി രൂപയ്ക്ക് ഒരു പാർസി ഫാമിലിയിൽ നിന്നും വാങ്ങിച്ച ഈ ബംഗ്ലാവ് മന്നത്ത് എന്ന പേരിൽ ഇപ്പോൾ ഷാരൂഖ് ഖാൻ താമസിക്കുന്ന ഉള്ള ഒരു വീട് കൂടിയാണ്. ഇവിടെയാണ് ഷാരൂഖ് ഖാൻ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. ഷാരൂഖ് ഖാൻ എന്ന മഹാനടൻ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഈ ബംഗ്ലാവ് ഏറ്റവും മനോഹരമായി ഒരുക്കുകയും അവിടെ ഏറ്റവും നല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ്റെ ധാരാളം ഫാൻസിനെയാണ് ഷാരൂഖ് ഖാൻ്റെ മന്നത്ത് എന്ന വീടിന് മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ ആ കാഴ്ചകളും കണ്ട് നാം അവിടെ നിന്നും മുന്നോട്ട് നീങ്ങുമ്പോൾ ഇപ്പോൾ ബീച്ചിനരികിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ബീച്ച് ലവേഴ്സ് ബീച്ച് ഇല്ലെങ്കിൽ കപ്പിൾസ് ബീച്ച് എന്നുകൂടി അറിയപ്പെടുന്ന ഒരു ബീച്ചാണ്. പകലന്തിയോടും പ്രത്യേകിച്ച് സായാഹ്നങ്ങളിലും ധാരാളം കപ്പിൾസും ലവേഴ്സും തങ്ങളുടെ സമയം കഴിക്കാനായി ഇവിടെ എത്തുന്നത് കൊണ്ടാണ് ഈ ബീച്ചിന് ലവേഴ്സ് ബീച്ച് എന്ന് കൂടി ഒരു ഓമന പേരുള്ളത്. ഇങ്ങനെ ഇവിടുത്തെ ധാരാളം കാഴ്ചകളും കണ്ട് മുന്നോട്ട് ബസ്സിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാം എത്തിച്ചേരുക മുംബൈയിലെ പ്രസിദ്ധമായ ജുഹു ബീച്ചിലേക്കാണ്. ജുഹു ബീച്ചിൻ്റെ കാഴ്ച വളരെ മനോഹരമാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ധാരാളം യാത്രക്കാരെ കൊണ്ട് ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ജുഹു ബീച്ചിലെ അസ്തമനവും ഇവിടുത്തെ യാത്രക്കാരുടെ ബാഹുല്യവും എല്ലാം കണ്ട് ഇവിടുത്തെ ഭംഗിയും ആസ്വദിച്ച് തിരിച്ച് ബസ്സിലേക്ക് കയറി ഇന്നത്തെ യാത്രാ പരിപാടി അവസാനിപ്പിച്ച് തിരികെ ഹോട്ടലിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ യാത്രാ സംഘത്തിലെ ഏറ്റവും ചെറിയ യാത്രികനായ ഹേമൻ്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ഇപ്പോൾ. അങ്ങനെ ഹേമൻ്റെ പെർഫോമൻസും കണ്ട് നാളത്തേക്കുള്ള ഇൻസ്ട്രക്ഷൻസും നൽകി നാളത്തേക്കുള്ള യാത്രയ്ക്ക് എല്ലാവരും തയ്യാറെടുക്കുകയാണ്.